ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒലീവ് ബോർഡ് ഏപ്രിൽ 27-28 ഡേയ്സിൽ കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിന്റെ 25 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. So first question തന്നിരിക്കുന്നത് if the value of 1 by 45.23 എന്ന് പറയുന്നത് 0.0221 ആണെങ്കിൽ what is the value of 1 by 0.00004523 എന്നതാണ്. So 1 by 45.23 നെ നമുക്ക് 100 by 4523 എന്ന് എഴുതാമല്ലോ അല്ലേ. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? is equal to 221 divided by എത്രയുണ്ട്? 4 സ്ഥാനമല്ല, അപ്പോൾ 4 zeros വരും. സോ ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 by എത്രയായിരിക്കും? 4523 മൾട്ടിപ്ലൈഡ് വിത്ത് 8 അല്ലേ, 10⁸8 ആണ്, ബൈ 1000 ആണ് അല്ലേ, ബൈ 1000. ഇതിനെ നമുക്കൊരു 100 മൾട്ടിപ്ലൈഡ് വിത്ത് 10⁶6 ബൈ 4523 എന്ന് എഴുതാം. So 100 by 4523 എന്ന് പറയുന്നത് 221 by 10⁴ multiplied with 10⁶ എന്ന് എടുക്കുകയാണെങ്കിൽ 221 into 4 ഇവിടെ എന്താ 4 0 കട്ടായി പോയി. സോ നെക്സ്റ്റ് എന്താണ് 100 വരും. സോ ഇസ് ഈക്വൽ ടു 22100. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. If the ratio of cost of item A is to B 7:11, cost of item C is 80% of cost of item B. അതായത് സിയുടെ എന്ന് പറയുന്നത് 8/10 ഓഫ് ബി എന്ന് പറയുമ്പോൾ 11x എടുത്തു, അതായത് 8.8x വരും. സി ടോട്ടൽ പ്രൈസ് പറയുന്നത് 4020 ആണ്. അതായത് 7 + 11 18x plus 8.8x എന്ന് പറയുന്നത് 4020 ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ 26.8x എന്ന് പറയുന്നത് 4020. സോ ദെൻ വാട്ട്സ് ദ കോസ്റ്റ് ഓഫ് ഐറ്റം എ ആണ്. സോ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4020 by 26.8. എയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 7x ആണ്. സോ 7 മൾട്ടിപ്ലൈഡ് വിത്ത് 4020 ഡിവൈഡഡ് ബൈ 268 into 10. ഞാൻ ആ ഡെസിമൽ പോയിന്റിനെ മാറ്റിയെടുത്തു. സോ ഇത് എത്ര വരും? 428 7 അതെടുക്കണ്ട, 268 തന്നെ എടുക്കട്ടെ. ഇവിടെ 7 വരും, ഇവിടെ എത്രയാണ്? 268 വരും. സോ ഇത് വേറെ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ 7 3 21 വന്നാൽ പറ്റില്ല അല്ലേ. ഇവിടെ ഒരു 4 വെച്ച് ഇത് പറ്റുമോ? 4 വെച്ച് പറ്റും. 1005 വരും. ഇവിടെ ആണെങ്കിൽ 4624 7 വരും. സോ ഇത് നോക്കുകയാണെങ്കിൽ 1005 ഡിവൈഡഡ് ബൈ 67 167 373 5 വരും. 5 is equal 3335 ആണ്. സോ അതെന്താണ്? 15 ആണ്. സോ 15 മൾട്ടിപ്ലൈഡ് വിത്ത് 7 മൾട്ടിപ്ലൈഡ് വിത്ത് 10 is equal to 1050 റുപ്പീസ് ആയിരിക്കും. ഏതാണ് ഓപ്ഷൻ? സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു സ്പിയറിന്റെയും റൈറ്റ് സർക്കുലർ സിലിണ്ടറിന്റെയും വോളിയംസ് ഈക്വൽ ആണ്, അവരുടെ റേഡിയസും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. സോ വോളിയം ഓഫ് എ സ്പിയർ 4/3 pi r cube is equal to സിലിണ്ടറിന്റെ വോളിയം pi r square h. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പൈ ക്യാൻസൽ ആയി, റേഡിയസ് ഈക്വൽ ആണ്, അപ്പോൾ ഇവിടെ ഒരു r മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ r:h എന്ന് പറയുന്ന റേഷ്യോ 3:4 ആയിരിക്കും ആണല്ലോ. നമ്മളോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന റേഷ്യോ ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദ സ്പിയർ, അതായത് 2r ഈസ് ടു ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ h, ദാറ്റ് ഈസ് ഈക്വൽ ടു 6:4 ആണ്, 3:2 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. Which one of the following triplets can be measured of side of a triangle? ശ്രദ്ധിക്കുക, sum of two sides is always greater than the third side. ഇവിടെ 4 + 12 16 greater than 7 correct. 12 + 7 19 19 greater than 4 correct. 7 + 4 21 greater than 12. 7 4 21 അല്ല, 7 4 11. 11 is greater than 12 ആണോ? അല്ല. സോ അത് cannot be the side of triangle. നെക്സ്റ്റ് 5 + 6 11 greater than 13 ആണോ? അല്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ആ ഒരു ചാൻസ് പോയി. നെക്സ്റ്റ് 4.5 8.5 13 4 8 12 13 വരും. 13 greater than 14.5 ആണോ? അല്ല. സോ എന്താണ്? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ നോക്കുക, 7 + 16 23 greater than 10 ആണ്, 26 greater than 7 ആണ്, 17 greater than 16 ആണ്. സോ ഓപ്ഷൻ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. Tehri Dam has 4 inlets. Through the first 3 inlets, അതായത് ഞാൻ എ എടുത്തു, ബി എടുത്തു, സി. അപ്പോൾ എ ബി സി ആണെങ്കിൽ അത് 12 മിനിറ്റ്സ് കൊണ്ട് ഫില്ല് ആവും. സെക്കൻഡ് തേർഡ് ഫോർത്ത് ബി സി ഡി ആണെങ്കിൽ അത് 15 മിനിറ്റ്സിൽ ഫില്ല് ആവും. ഫസ്റ്റ് ആൻഡ്
ഫോർത്ത് എ ഡി ആണെങ്കിൽ 20 മിനിറ്റ്സിൽ ഫില്ല് ആവും. സോ നമ്മൾ LCM 60 എന്ന് എടുക്കുന്നു. സോ ഇത് എഫിഷ്യൻസി 5 ആണ്. നെക്സ്റ്റ് 4 ആയി. നെക്സ്റ്റിന്റെ എഫിഷ്യൻസി 3 ആണ്. ഓക്കെ. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ഓൾ ദ 4 ഇൻലെറ്റ്സ് ടു ഫിൽ അപ്പ് ദ ഡാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ BCD നമുക്കറിയാം, AD നമുക്കറിയാം, AC നമുക്ക് കിട്ടി. സോ ആദ്യത്തെ രണ്ടെണ്ണം കൺസിഡർ ചെയ്യുക. അപ്പം A പ്ലസ് BC പ്ലസ് BCB പ്ലസ് C പ്ലസ് D എന്ന് പറയുന്നത് 5 പ്ലസ് 4 9 ആയിരിക്കുമല്ലോ. അതായത് 2B പ്ലസ് C പ്ലസ് A പ്ലസ് D എന്ന് പറയുന്നത് 9 ആയിരിക്കും. A പ്ലസ് D നമുക്ക് എത്രയാണ്? 3 ആണ് തന്നിട്ടുണ്ട്. സോ B പ്ലസ് C എന്ന് പറയുന്നത് 6/2 എത്രയാണ്? 3 ആയിരിക്കും. സോ B പ്ലസ് C 3 ആന്ന് കിട്ടി, A പ്ലസ് D 3 ആന്ന് കിട്ടി. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത്, ടോട്ടൽ വർക്ക് എത്രയാണ്? 60 ആണ്. സോ 20 A plus D 3 ആണ്, 3 plus 3 6 ആണ്, is equal to 10 minutes. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. പാരലൽ സൈഡ്സ് ഓഫ് എ ട്രപ്പീസിയം തന്നിട്ടുണ്ട്, അതുപോലെ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം തന്നിട്ടുണ്ട്. സോ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ് ഓഫ് ദ ട്രപ്പീസിയം? മീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഏരിയ ഓഫ് എ ട്രപ്പീസിയം എന്ന് പറയുന്നത് ഹാഫ് മൾട്ടിപ്ലൈഡ് വിത്ത് സം ഓഫ് പാരലൽ സൈഡ്സ് മൾട്ടിപ്ലൈഡ് വിത്ത് ദ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിന്റെ ഹൈറ്റ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ് ആണ്. സോ ഇവിടെ ഹൈറ്റ്, സോ നമുക്ക് ഏരിയ അറിയാം 0.1156 ആണ്. അതിനെ ഞാൻ 1156 by 1 2 3 4 4 zeros വരും, is equal to half into sum of parallel sides 68, അത് സെന്റിമീറ്ററിലാണ്. നമുക്ക് ആൻസർ മീറ്ററിലാണ് വേണ്ടത്. സോ ബൈ 100 വരും, മൾട്ടിപ്ലൈഡ് വിത്ത് 100. സോ ഇവിടെ രണ്ട് സീറോസ് ക്യാൻസൽ ആയി, ഇവിടെ 34 ആണ്. സോ ഹൈറ്റ് എന്ന് പറയുന്നത് 34/100 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.34 മീറ്റർ. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. Compound interest on a sum at 8% rate of interest in 2 years is 3993.6. 8% എന്ന് പറയുമ്പോൾ 8/100, അതായത് 42/25. അതായത് 25 ആണ് പ്രിൻസിപ്പൽ എങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് 27 ആയിരിക്കും. സോ നെക്സ്റ്റ് 27 ആണ്. അതായത് 625 ആണെങ്കിൽ 27ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 729 വരും. സോ അവരുടെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 401. സോ അതായത് ഈ 104 എന്ന് പറയുന്നതാണ് 3993/6/10 എന്ന് പറയുന്നത്. സോ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 100 അല്ലല്ലോ, ഇവിടെ 625 അല്ലേ. സോ 625 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 3993/6/10. 104 നേരെ ഡിനോമിനേറ്ററിൽ വരും, മൾട്ടിപ്ലൈഡ് വിത്ത് 625 ആണ്. സോ ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 5 1 2 5 2 വരും. നെക്സ്റ്റ് 39936 ഡിവൈഡഡ് ബൈ 104 ഡയറക്റ്റ്ലി ഒന്ന് ചെയ്ത് നോക്കാം. 3 വരും 7 8 3 6 7 8 8 4 3 8 വരും. 4 8 3 3 വരും, 8 വരും. സോ ഇത് 1 4 6 വരും. ഇവിടെ എത്ര വരും? 4 വരും. സോ 384 വരും. അപ്പോൾ ഇതൊക്കെ ക്യാൻസൽ ആയി, 104 പോയി, ഇവിടെ 384 വരും. സോ 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 2192 വരും. സോ 192 മൾട്ടിപ്ലൈഡ് വിത്ത് 125. അത് ഗ്രീൻ കളർ റെഡ് തന്നെ എടുക്കാം. സോ 192 മൾട്ടിപ്ലൈഡ് വിത്ത് 125 എന്ന് വരും. ഇതിനെ നമുക്ക് 192 ഇൻറ്റു 250/2 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 1000/4 എന്ന് കൊടുക്കാം. 1000/4 ആണോ? അതെ, ഓക്കെ. നെക്സ്റ്റ് അപ്പം 4 4 16 4 4 16 വരും. 48, അതായത് 48,000 ആയിരിക്കും എന്തായിരിക്കും പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. അല്ല സോറി, 1000/4 അല്ലല്ലോ, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. 1000/4 വരില്ല. 1000/4 250 അല്ല. സോ 1000/8 ആണെങ്കിലോ 1000/8 ആയിരിക്കും. സോ 1000/8 എന്ന് പറയുന്നത് 125 ആണ്. സോ 8ഉം ഇതോടെ 8 2s 16 വരും. ഒരു മിനിറ്റ്, ഇവിടെ വരും. ഓക്കെ, 8 2s 16 വരും, 16 വരും, 8 4 വരും. സോ 24,000 ആയിരിക്കും പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് പ്രിൻസിപ്പളും അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ കോമൺ ഇൻട്രസ്റ്റ് ഓൺ എ സം അറ്റ് 20% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ 1 and 4 5 years ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്
1 and 4 5 years എന്ന് പറയുമ്പോൾ 1 ഇയറിൽ 20% അതാണ്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് 5 ആണെങ്കിൽ 6 ആണ്. പിന്നെ 4/5 എന്ന് പറയുമ്പോൾ ഒരു വർഷം 20 ആണെങ്കിൽ 5/5 ഇയേഴ്സിൽ 16% ആണ്. സോ 16/100 വരും. 4/100 അതായത് 25 ആണെങ്കിൽ 29 ആയിരിക്കും എമൗണ്ട്. സോ പ്രിൻസിപ്പൽ എത്ര വരും? 125 വരും. എമൗണ്ട് എന്ന് പറയുന്നത് 6 9 54 5 174 വരും. സോ ഇവരുടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എത്ര വരും? 5934 49 വരും. ഓക്കെ, അതായത് 125 എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടിയ പ്രിൻസിപ്പൽ 24,000 എന്ന് പറയുന്നത് എങ്കിൽ 49 എത്രയായിരിക്കും? സോ ഇത് തന്നെ നമുക്ക് നോക്കാം. 24,000 എത്ര തവണ 125 നിൽക്കുമെന്ന് നോക്കാം. 125 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 5 12 5 4 20. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 2400 ഡിവൈഡ് ബൈ 125 എത്രയായിരിക്കും? ഇവിടെ നമുക്കൊരു 5 വെച്ച് നോക്കാം. 5 വരുമ്പോൾ 5 9 45. ഓക്കെ, 5 എത്ര വരും? 5 1s are 5 9s are 45. സോ 192 വരും. സോ 192 മൾട്ടിപ്ലൈഡ് വിത്ത് എത്രയാണ് ഇൻട്രസ്റ്റ്? 49 ആയിരിക്കും. 9 2s are 18 81 82 82 പ്ലസ് 8 90 9 വരും. 18 18 36 36 18 36 10 46 8 54 4 5408 ആയിരിക്കും ആൻസർ. സോറി, 4 പ്ലസ് 5 9 ആണ്. ഓക്കെ, 94,008 റുപ്പീസ് ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. സോ ഒന്നുകൂടെ ആ സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കുക. ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 8% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്ന കേസിൽ ഒരു സമ്മിന്റെ 2 വർഷത്തേക്കുള്ളത് 3993.6 ആണ്. സോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യമേ പ്രിൻസിപ്പൽ എമൗണ്ട് ആദ്യമേ കണ്ടെത്തുന്നു. അതിന് നമ്മൾ 25 എന്ന് പറയുന്നത് 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12/25 അത് പ്രിൻസിപ്പൽ എമൗണ്ട് എടുത്തു, നമ്മൾ മൈനസ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്. ആ 104 എന്ന് പറയുന്നതായിരിക്കും അടുത്ത പ്രിൻസിപ്പൽ. അതിൽ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് 24,000 എന്ന് ലഭിക്കും. പിന്നെ പറയുന്ന അതേ എമൗണ്ട് 20% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അവിടെ പക്ഷേ എത്ര വർഷത്തേക്കാണ്? 1 and 4/5 ഇയർ. 1 ഇയറിലേക്ക് 20% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4/5 ആയപ്പോൾ 16%. 16% നമ്മൾ 4/25 അല്ലെങ്കിൽ 25/29 പ്രിൻസിപ്പൽ എമൗണ്ട് അതുപോലെ തന്നെ എന്താണ് എമൗണ്ടും എടുത്തു. ഇൻട്രസ്റ്റ് 49 കിട്ടി. 49 നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? 49 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. ഇത് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ 49 ആണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ആ പ്രിൻസിപ്പൽ എമൗണ്ട് 125 എന്ന് പറയുന്നത് 24,000 ആണ്. അതേ സെയിം എമൗണ്ട് തന്നെയാണ്. സോ അത് നമ്മൾ 49 കണ്ടുപിടിക്കും. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. DI ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ മാർക്സ് 800 ആണ്. ഹിന്ദിയും ഡ്രോയിങ്ങും. ഹിന്ദി എന്ന് പറയുന്നത് 20%, ഡ്രോയിങ് എന്ന് പറയുന്നത് 10%. സോ 30/100 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 240 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. XYZ is a triangle inscribed in a circle. XYZ ഒരു ട്രയാങ്കിൾ ആണ്. XYZ. ഓക്കെ, അതിൽ YZX എന്ന് പറയുന്ന 44 ഡിഗ്രി തന്നിട്ടുണ്ട്. M is a point on circle on the side XY യിലാണ്. അപ്പോൾ ഇവിടെ വരും. M എന്ന് പറഞ്ഞ സർക്കിളിൽ ഒരു പോയിന്റ് ആണ്, XYയുടെ സൈഡിൽ ഓപ്പോസിറ്റ് വെച്ച്. അങ്ങനെയെങ്കിൽ ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ ആംഗിൾ? YMX. ഈ ഒരു ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതെന്തായിരിക്കും? 180 മൈനസ് 44 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 136 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സം ഓഫ് പെർസെൻറ്റേജസ് ഓഫ് എ ആൻഡ് ബി. സോ എ പ്ലസ് ബിയുടെ പ്രസന്റ് എന്ന് പറയുന്നത് 78 ഇയേഴ്സ് ആണ്. ബി പ്ലസ് സി പ്രസന്റ് സം എന്ന് പറയുന്നത് 19 ഇയേഴ്സ് ആണ്. സി എന്ന് പറയുന്നത് ബിനേക്കാളും 6 ഇയേഴ്സ് ഓൾഡർ ആണ്. സോ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2b is equal to 84 എന്ന് വരും. ബി is equal to 42 ഇയേഴ്സ് എന്ന് പറയും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എ ആണ്. സോ എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 78 മൈനസ് 42 എന്ന് പറയുന്നത് 36 ഇയേഴ്സ് ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. പി തന്നിട്ടുണ്ട്, ക്യൂ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ബൈ 4. സോ പി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11 മൈനസ് 2√30 ആയിരിക്കും. ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് 10 പ്ലസ് 3 13 പ്ലസ് 2√13 ആയിരിക്കും. സോ ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് 24 ആയിരിക്കും. സോ 24/4 6 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.
എക്സ് വൈ ഇസഡ് തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസഡ് ക്യൂബ് മൈനസ് 3xy(z). ഇങ്ങനെ തന്നെ നമ്മൾ ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ് മൈനസ് വൈ അല്ലെ വൈ മൈനസ് ഇസഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് മൾട്ടിപ്ലൈഡ് വിത്ത് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് y minus z the whole square plus z minus x the whole square is equal to half into sum ചെയ്യാം 300 300 300 900 വരും. so 900 നെക്സ്റ്റ് വരുവാണെങ്കിൽ 40 40 40 so 120 വന്നു. 11 80 so 18 വരും 3 വരും 1038 വരും 1038 വരും. നെക്സ്റ്റ് x minus y 1 plus 1 plus y minus z minus x അല്ലെ x minus z സ്ക്വയർ ശ്രദ്ധിക്കണം, അത് 1 അല്ല, അത് 2 ആണ്. അപ്പോൾ ഇത് 4 വരും. സോ ഇസ് ഈക്വൽ ടു 519 മൾട്ടിപ്ലൈഡ് വിത്ത് 6 വരും. 6 9s are 54 4 5 1 3 1 1 4 വരും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. 2 pipes A and B can fill. അപ്പോൾ A fill ചെയ്യാൻ 12 hours എടുത്തു, B fill ചെയ്യാൻ 15 hours എടുത്തു. സോ നമ്മൾ അവരുടെ ടോട്ടൽ വർക്ക് 16 എടുത്താൽ എയുടെ എഫിഷ്യൻസി 5 എന്ന് ലഭിക്കും, അതുപോലെ ബിയുടെ എഫിഷ്യൻസി 4 എന്ന് ലഭിക്കും. രണ്ട് പൈപ്പ് ഓപ്പൺ ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ്ലി ഫോർ 1 hour, അതായത് 2 hourൽ രണ്ടുപേരുടെ ഫില്ല് ചെയ്യുന്നത് 9 ആണ് 2 hourൽ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം ഒരു മൾട്ടിപ്ലൈ വിത്ത് 6 ആണെങ്കിൽ എത്ര 12 hourൽ 54 ഭാഗം എന്താണ് ഫില്ലായി. ഇനി ബാക്കി നെക്സ്റ്റ് എ ആണ് വർക്ക് ചെയ്യുന്നത്. എ മുതലാണ് തുടങ്ങുന്നതെന്ന് ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് 5 വരുമ്പോൾ 59 എത്രയാണ് 13 hourൽ 59. സോ ബാക്കി 39ന്റെ ഒന്ന് ബാക്കിയുണ്ട്. ആരുടെ എഫിഷ്യൻസിയാണ് അടുത്ത വർക്ക് ചെയ്യുന്നത് ബി ആണ്. സോ 39 1/4 hours ആയിരിക്കും ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. n is a positive integer and 11n plus 120 is divisible by n. That is equal to 11 plus 120 by n. ഓക്കെ, അപ്പോൾ 120 അപ്പോൾ എന്നിൻ്റെ പോസിബിൾ വാല്യൂസ് എന്തൊക്കെ വരാം? അത് ചെയ്യാൻ പറ്റുന്നത് 120 പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 മൾട്ടിപ്ലൈഡ് വിത്ത് 20 അല്ലെങ്കിൽ 3 മൾട്ടിപ്ലൈഡ് വിത്ത് 40 2 ക്യൂബ് 40 എന്ന് പറയുമ്പോൾ 8 into 5 വരും. നോക്കട്ടെ, അപ്പോൾ 8 into 24 അപ്പോൾ ഇങ്ങനെ വരും. സോ ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ടോട്ടൽ ഈസ് ഈക്വൽ ടു 2 മൾട്ടിപ്ലൈഡ് വിത്ത് 4 മൾട്ടിപ്ലൈഡ് വിത്ത് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 60. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. 2 hemispheres of radius 14 cm melted to form a cuboidal box of length, breadth, height. അതിൽ ഹൈറ്റ് കണ്ടുപിടിക്കുക. 2 ഹെമിസ്ഫിയറിൻ്റെ ഒരു വോളിയം എന്ന് പറയുന്നത് 2/3 pi r ക്യൂബ് ആണ്, അതായത് 14 ക്യൂബ് പ്ലസ് 7 ക്യൂബ് ആണ്. ഈസ് ഈക്വൽ ടു 49 മൾട്ടിപ്ലൈഡ് വിത്ത് 12 മൾട്ടിപ്ലൈഡ് വിത്ത് ഹൈറ്റ്. ഓക്കെ, so 2/3 into 22/7 multiplied with 14ന്റെ ക്യൂബ്. 14ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 196 into 14 ആയിരിക്കും. അല്ലെ 14 ക്യൂബ് 2744 ആയിരിക്കും. 2744 ആണ്. പ്ലസ് 7ന്റെ ക്യൂബ് 343 ആണല്ലോ. 47 8 സം ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 വരും. 3087 വരും ഇവിടെ. ഈസ് ഈക്വൽ ടു 49 into 12 into ഹൈറ്റ് എന്ന് വരും. സോ നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ 2/3 22/7 മൾട്ടിപ്ലൈ 3087 ദ ഹോൾ ഡിവൈഡഡ് ബൈ 49 into 12 എടുത്തു. ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന നോക്കാം. 12 കൊണ്ട് പറ്റൂല, ഇത് 4 പറ്റത്തില്ല. 28 ഓക്കെ, ഇത് 7 4s are 28 ആണ്. സോ 4s are 28 7 1 1 വരും. സോ ഇത് 7 സ്ക്വയർ അല്ലേ, അപ്പോൾ ഇത് ഇൻറ്റു 7 7 അല്ല, ഇത് 21ന്റെ സ്ക്വയർ. അപ്പോൾ ഇത് 21 3 കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ 3 1 3 4 3s are 12 3 വരും. ഇത് 4 വരും. അപ്പോൾ ഇത് 7 21 വരും. 7 7 വരും. സോ ഇത് 2 2 2 11 7 3. സോ 3 ക്യാൻസൽ ആയി. ബാക്കി എത്രയുണ്ട്? ഹൈറ്റ് 11 സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു ടൗണിൻ്റെ പോപ്പുലേഷൻ 24 lakhs ആണ് തന്നിരിക്കുന്നത്. അതായത് 250 to 40 എത്രയാണ്? 24,000 lakh. സോ നെക്സ്റ്റ് അത് ഇൻക്രീസസ് ബൈ 5%. വാട്ട് വിൽ ബി ദ ടോട്ടൽ പോപ്പുലേഷൻ ആഫ്റ്റർ 2 years? സോ ഇത് എത്ര വരും? 21/20 വരും. മൾട്ടിപ്ലൈഡ് വിത്ത് 21. എന്താ 21/20? അത് 105/20 105/100 തന്നെയാണ് കേട്ടോ. അത് നമ്മൾ കുറച്ച് സിംപ്ലിഫൈ ചെയ്തു എന്നേ ഉള്ളൂ. സോ 0 0 ക്യാൻസൽ ആയി.
2ഉം 2ഉം 4 ക്യാൻസൽ ആയി. ഇവിടെ എത്ര കിട്ടും? 600 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 441 multiplied with 600 is equal to 006264600. സോ ഇവിടെ ഒരു 0 മിസ്സായല്ലോ. 600 രണ്ട് 0 പോയി. സോ 441 600 ഒരു 0യുടെ കുഴപ്പമുണ്ട്. ഇത് 2,40,000 ആയുള്ളൂ, 24 lakh ആണ്. സോ ഇവിടെ ഒരു 0 വരും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 6,000 ആയിരിക്കും വരുന്നത്. സോ ഇവിടെ ഒരു 0 വരും. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. And the value of theta. Theta 45 degree 30 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 45 ഡിഗ്രിയിലേ അത് സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. നമുക്ക് കറക്റ്റ് ഓപ്ഷൻസിൽ നിന്ന് തന്നെ കിട്ടും. അതല്ലെങ്കിൽ പിന്നെ കൊസിക് സ്ക്വയർ തീറ്റ 1/c കോസ് ആണ്. അപ്പോൾ 2 cos സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് എടുക്കാം. അതുപോലെ തന്നെ സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത് തന്നെയാണ് ഈസി. അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് വൈസ് ചെയ്യണമെങ്കിൽ ഇത് 1/sin സ്ക്വയർ തീറ്റ മൈനസ് 2 cos സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് വരും. അതായത് 1 മൈനസ് 2 sin സ്ക്വയർ തീറ്റ cos സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു sin സ്ക്വയർ തീറ്റ വീണ്ടും നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരുമ്പോൾ sin സ്ക്വയർ തീറ്റ എന്ന് വരും. സോ 1നെ നമുക്ക് sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ എന്ന് എടുക്കാം. മൈനസ് 2 sin സ്ക്വയർ തീറ്റ cos സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു sin സ്ക്വയർ തീറ്റ എന്ന് വരും. അതായത് sin സ്ക്വയർ തീറ്റയും sin സ്ക്വയർ തീറ്റയും ക്യാൻസൽ ആയി പോകും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ cos സ്ക്വയർ തീറ്റ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 2 sin സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്തായി പോകും? 0 ആയി പോകും. സോ ഇവിടെ cos സ്ക്വയർ തീറ്റ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ തീറ്റയ്ക്ക് 90 ഡിഗ്രി എന്ന് പറയുന്ന വാല്യൂം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. അത് നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് cosec സ്ക്വയർ തീറ്റ, അതായത് cosec സ്ക്വയർ 90 എന്ന് പറയുന്നത് 1 ആണ്. 1 മൈനസ് 2 cos 90 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അത് 0 ആയി 1 സാറ്റിസ്ഫൈ ചെയ്യും, അതും സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ നമുക്ക് ഓപ്ഷനിൽ ആ വാല്യൂ ഇല്ല. പിന്നെ വരുന്നത് 1 മൈനസ് 2 sin സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണ്. സോ ഇത് 2 sin സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 വരും. അതായത് sin തീറ്റ എന്ന് പറയുന്നത് 1/√2. സോ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ ഒന്നും ഈ സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ഇങ്ങനെയൊക്കെ നമുക്ക് വാല്യൂസ് തരികയാണെങ്കിൽ അത് ഡയറക്റ്റ്ലി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് ഈസി മെത്തേഡ്. നിങ്ങൾ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ 75 50 അങ്ങനെ നമ്മൾ അറിയാതെ വാല്യൂസ് വരുമ്പോഴാണ് ഇഷ്യൂസ് വരുന്നത്. അല്ല 34 ഡയറക്റ്റ്ലി നമുക്ക് അറിയാവുന്ന കുറച്ച് വാല്യൂസ് ഉണ്ടെങ്കിൽ അത് തന്നെ ആദ്യമേ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഒരുപാട് സ്റ്റെപ്സ് നമ്മൾ വെറുതെ ചെയ്ത് നമ്മൾ എടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ബട്ട് അങ്ങനെ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. നെക്സ്റ്റ് ഒരു DI ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ഏൺ ബൈ RKS in 2012 ദാറ്റ് ഈസ് 65,000 and 2016 45,000. സോ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 20,000 ആണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. 4 men 3 women, അതായത് 5 days കൊണ്ട് 4 men 3 women ഒരു വർക്ക് ചെയ്യുന്നു. അതേ വർക്ക് 2 days കൊണ്ട് 6 മെന്നും 8 womenഉം ചെയ്യുന്നു. സോ ഇത് 20 men plus 15 women is equal to 12 men plus 16 women വരും. അതായത് 8 men is equal to women or men is to women ratio എന്ന് പറയുന്നത് 1:8 എന്ന് പറയും. സോ നമുക്ക് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ എടുക്കുകയാണെങ്കിൽ 4 men 4 plus 24 28 into 5 that is equal to 140 ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ 5 ടോട്ടൽ 140 ആണല്ലോ. 5 men and 2 women. So 5 plus 8 into 2 16 16 plus 5 21 that is equal to 20/3 is equal to 6 and 2/3 days വരും. 6 and 2/3 days. ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് 156 കിലോമീറ്റർ ഇൻ 26 hours എന്ന് പറയുന്നത് 6 കിലോമീറ്റർ പെർ അവർ ആണ്. അപ് സ്ട്രീം എന്ന് പറയുന്നത് അതേ ഡിസ്റ്റൻസ് 52 കിലോമീറ്റർ ഡിസ്റ്റൻസ് അപ് സ്ട്രീമിൽ അത്രയും അവർ തന്നെ എടുക്കും. സോ 2 ആണ്. സോ ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബൈ 2 ആണ്. സോ 4/2 സോ 4/2 is equal to 2. സോ ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്പീഡ് ഓഫ് ദ ട്രെയിൻ തന്നിട്ടുണ്ട്, എമ്മിൻ്റെ തന്നിട്ടുണ്ട്, 2 ട്രെയിനും ഉണ്ടല്ലേ. ശ്രദ്ധിക്കണം, 2 കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കുക ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ അവയുടെ സം എന്ന് പറയുന്നത് 60 കിലോമീറ്റർ പെർ ആണ്. നമുക്കത് 5/8 മീറ്റർ പെർ സെക്കൻഡ് എടുക്കാം, കാരണം സെക്കൻഡ്സിലാണ് പിന്നെ ടൈം കൊടുത്തിരിക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് 380 plus 580
മീറ്റർ ആണ്. സം ആയിരിക്കുമല്ലോ, സം ഓഫ് ദ ട്രെയിൻ ആയിരിക്കും, അതിൻ്റെ ടൈം നമുക്കറിയില്ല. സോ ഇത് നമ്മൾ ആദ്യമേ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 3 വേണ്ട 2 നോക്കാം, 29 വരും. അതായത് ടൈം എന്ന് പറയുന്നത് 380 960 ബൈ ഇൻറ്റു 9/80 മൾട്ടിപ്ലൈഡ് വിത്ത് 5 വരും. സോ ഇത് 8 1 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മേളിലും താഴെ വന്നാൽ അല്ലെങ്കിൽ 108/5 വരും. ഈസ് ഈക്വൽ ടു മേളിലും താഴെ 2 8 2 16 1 2 1/10, അതായത് 21.6 സെക്കൻഡ്സ് വരും. അത് തന്നെയാണ് തന്നിരിക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അതിനർത്ഥം രണ്ട് സ്റ്റേറ്റ്മെന്റ്സും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ട്രയാങ്കിൾ എ ബി സി അതിൽ പ്രത്യേകം പറയുന്നു ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സോ ഇത് ബി ആയിരിക്കും, ഇത് എ ആണ്, സി എന്ന് എടുക്കുക. സി ഡി എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടർ ആണ്. അതിൽ ആംഗിൾ സിയുടെ ആംഗിൾ ബൈസെക്ടർ ആണ്. ആംഗിൾ എ നമുക്ക് 29 ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആംഗിൾ എ ഡി, ഇത് ഡി ആണ്, എ ഡി സി, ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ആംഗിൾ നമുക്കറിയാം, ആംഗിൾ ബി സി ഡി എന്ന് പറയുന്നത് ആംഗിൾ സിയുടെ ഹാഫ് ആണ്. ആംഗിൾ സി എന്ന് പറയുന്നത് എത്ര? 90 - 29, അതായത് 61/2 ആയിരിക്കും, അതായത് ഒരു 30.5 വരും. സോ ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ വെച്ച് നോക്കുവാണെങ്കിൽ 90 + 30.5 ആയിരിക്കും, അതായത് 120.5 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. If sec 4x equal to cosec 2x - 24, രണ്ടും ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, കാരണം ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്, ആ ഒരു കൺസെപ്റ്റ്. ദെൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? സോ sec x cosec x ഈക്വൽ ആണെങ്കിൽ രണ്ടിന്റെ സം എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. സോ 4x + 2x - 24 എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും, അതായത് 6x എന്ന് പറയുന്നത് 114 ആയിരിക്കും, x എന്ന് പറയുന്നത് 19 ഡിഗ്രി ആയിരിക്കും. അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, എക്സിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. Mohan sold an item for 8,400 rupees, incurred a loss of 25%. 25% പറഞ്ഞാൽ 1/4 ആണ്. അതായത് കോസ്റ്റ് പ്രൈസ് 4 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, ഈ 3 എന്ന് പറയുന്നതാണ് 8,400 എങ്കിൽ, അതായത് ഇത് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും? 2 സോ 2,800 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈഡ് വിത്ത് 2,800, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.03120. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാട്ട് പ്രൈസ് ഷുഡ് ഹി സോൾഡ് ദ ഐറ്റം ടു ഹാവ് ഗെയിൻഡ് ദ പ്രോഫിറ്റ്? സോ 11200 മൾട്ടിപ്ലൈഡ് വിത്ത് 14/10 ആയിരിക്കും. സോ ഇതെന്ന് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റ് എന്തായാലും 8 ആണ്. 8 ഉള്ള ഒരേ ഒരു വാല്യൂ ഉള്ളൂ, അതല്ലെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ നോക്കുക. 6451, ദാറ്റ് ഈസ് 15680 റുപ്പീസ് ആയിരിക്കും. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. എയും ബിയും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 36 ഡേയ്സ് എടുക്കുന്നു. അതുപോലെ ബിയും സിയും ആണെങ്കിൽ 30 ഡേയ്സ് എടുക്കുന്നു. എഫിഷ്യൻസി ഓഫ് ബിയും സി ഈക്വൽ ആണ്. ഈ 36 30യുടെ നമ്മൾ ഒരു എൽസിയം കൺസിഡർ ചെയ്യും. ടോട്ടൽ വർക്കിൽ നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 36 5 വരുമ്പോൾ 180 കൺസിഡർ ചെയ്യും. അപ്പോൾ ഇത് 5 വരും, ഇത് 6 വരും. സോ ബി സിയുടെ എഫിഷ്യൻസി 6 ആണ്, ബിയുടെ സിയുടെ എഫിഷ്യൻസി ഈക്വൽ ആണ്. അതിനർത്ഥം ബി എന്ന് പറയുന്നതും 3 ആയിരിക്കും, സി എന്ന് പറയുന്നതും 3 ആയിരിക്കും. അങ്ങനെയെങ്കിൽ എ എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ time taken by A for half the work, അതായത് half work 90/2, that is equal to 45 days ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. 44% ഓഫ് എംപ്ലോയീസ് മെയിൽസ് ആണ്, റെസ്റ്റ് ഫീമെയിൽസ് ആണ്, അതായത് 56%ഓളം ഫീമെയിൽസ് ആണ്. ഫീമെയിൽസ് 196 ആണ്. സോ ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടൽ എത്രയായിരിക്കും? 196/56 × 100 ആയിരിക്കുമല്ലോ. അതായത് 4 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 4 4s are 16, 4 4 140, 250 27, that is equal to 350. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് 60 ന്യൂ എംപ്ലോയീസ് ജോയിൻ ചെയ്തു. 60 ന്യൂ എംപ്ലോയീസ് ജോയിൻ ചെയ്തതിൽ 40% ഫീമെയിൽസ് ആണ്, 60% മെയിൽസ് ആയിരിക്കും, അതായത് 36 മെയിൽസ് ആയിരിക്കും ഉള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫീമെയിൽസ് അവിടെ നിൽക്കട്ടെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന മെയിലിനെ കുറിച്ചാണ്. അപ്പോൾ ഫീമെയിൽസിൻ്റെ എണ്ണം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. സോ മെയിൽ എംപ്ലോയീസ് ഇവിടെ 36 ഉണ്ട്, ഇവിടെയാണെങ്കിലോ ഇവിടെ ടോട്ടലാണ് 350 എന്ന് പറയുന്നത്. ഇതിൽ 44% മെയിൽസ് ആണ്. സോ ഇവിടെ മെയിൽസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0057222, ദാറ്റ് ഈസ് ഈക്വൽ ടു 154 വരും ഇവിടെ. സോ ടോട്ടൽ എന്ന് പറയുന്നത് 154 + 36 ആയിരിക്കും.
ദാറ്റ് ഈസ് ഈക്വൽ ടു 190 മെയിൽസ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇത്രയാണ് ഈ ഒരു വീക്കിൽ കണ്ടക്ട് ചെയ്ത മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഈ സൊല്യൂഷൻസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.